അത് നോക്കണ്ട കേട്ടാ. സെയിൽ 100 rupees 100 രൂപയാണ് കഴിച്ചിട്ടുണ്ട്. എന്ത് സാധനം? സെയിൽ എന്നിട്ടത് അത് കുർത്തിയല്ലേ, ഇത് ചുരിദാറിന്റെ ടോപ്പ്, തുണി തയ്ക്കാനുള്ളത്. എങ്ങനെയുണ്ട്? അതെന്നിട്ടത് നോക്കുന്ന പോളിസ്റ്ററോ? ऊपर चला गया वो തയ്ക്കാൻ പറ്റൂ. ഇതൊക്കെ കളർ പോവാം. कॉटन कॉटन भी है അത് സിൽക്ക് ഊരി പോരും. क्या दिखा दो കോട്ടൺ പിന്നെ അപ്പോൾ എന്താണ് कॉटन कॉटन वाले किस प्राइस के अंदर? കോട്ടൺ അത് ये 100 ऑफ ഓഫറാണ് അല്ലേ? That's 100 rupees off. ഓഫർ That's not price. പ്രൈസ് അല്ല. how much price? This one is 1600. Yes. Yes. This one is handmade cotton കോട്ടൺ material. ആ Look here. ഫാഷനബിൾ നല്ലൊരു ഉപായം അല്ലേ? 100 രൂപ വലിയ ക്ഷത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചെയ്യാൻ പാറ്റങ്ങണ്ട പോലെ അവിടെ ഓടി ചെന്ന് അവിടെ ചെന്ന് പെടുമ്പോഴാണ് അതിൻ്റെ അടിയിൽ ചെറുതാക്കി നമ്മൾ ഇൻഷുറൻസിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ പരസ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏറ്റവും അടിയിൽ ചെറിയ അക്ഷരങ്ങൾ എഴുതിയിടും. അതുപോലെ അവർ വലിയ ക്ഷത്തിൽ ഓഫ് പ്രൈസാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഡിസ്കൗണ്ട്. നമ്മൾ ചെല്ലുമ്പോഴാണ് 1600-ഉം 2000-ഒക്കെ പറയണത്. അതൊരു വല്ലാത്തൊരു ആൾക്കാരെ ആകർഷിച്ച് വികർഷിക്കുന്ന ഒരു പരിപാടിയായി പോയി. അത് ചെറിയൊരു വ്യത്യാസമല്ല അവർ പറയണത്. 1600 സാധനത്തിന് 100 ആണ് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചാൽ ആൾക്കാർ ഓടിച്ചല്ലാതിരിക്കുമോ? അതും ഒരു ബിസിനസ് തന്ത്രം അല്ലേ? ഇവിടെ ധാരാളം ഗലികളുണ്ട്. ആ ഗലികളിലെല്ലാം പലതരം തുണികളുടെ ഉണ്ട്. അതുപോലെ കരകൗശല വസ്തുക്കൾ, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ബാർഗൈൻ ചെയ്തപ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അതായതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ അത് അങ്ങനെ കൊണ്ട് കണ്ട് സംതൃപ്തി അടയുകയാണ്.
സ്പോർട്സ് ആൻഡ് സ്റ്റൈൽ പെപ്പേജ് അഡിഡാസ്. വലിയ കമ്പനികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഇത് ലഞ്ച് കഴിച്ചാലെന്നാ, എന്നാൽ ഞങ്ങളൊന്ന് ലഞ്ച് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഇൻവെസ്റ്റ്